വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ക്ലബ് വേൾഡ് കപ്പും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് മത്സരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഗ്രൂപ്പ് സിയിലും ഗ്രൂപ്പ് ഡിയിലായിട്ടാണ് ഇപ്പോൾ മത്സരങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലെമംഗോയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ചെൽസിയും തമ്മിൽ നടന്ന കളിയുടെ കുറച്ച് വിശേഷങ്ങളാണ്. അതിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി സ്കോർ ബോർഡ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ഫ്ലെമംഗോ ചെൽസിയെ 3-1 എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു കംബാക്ക് വിജയം പോലെയാണ് അവർ നേടിയിരിക്കുന്നത്. ആദ്യത്തെ ഹാഫിൽ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ പിന്നിൽ നിന്നതിന് ശേഷം 3 ഗോളുകൾ തിരിച്ചടിച്ചാണ് ഫ്ലെമംഗോ വിജയിച്ചിരിക്കുന്നത്. സോ നമ്മൾ മത്സരത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ മിനിറ്റിൽ തന്നെ ഫ്ലെമംഗോയുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അതായത് അവർ ലെഫ്റ്റ് ചാനലിൽ കൂടെ ഒരു അറ്റാക്ക് ചെയ്തിട്ട് ഒരു ഷോട്ട് തീർക്കുകയാണ്. അത് റോബർട്ട് സാഞ്ചസ് സേവ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ക്വിക്ക് കോൺട്രോൾ കൊടുക്കുകയാണ്. അതിൽ തന്നെ എൻസോ ഫെർണാണ്ടസ് എന്നുള്ള ചെൽസിയുടെ മിഡ്ഫീൽഡറും അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള താരത്തിൻ്റെ ഒരു പാസ്, അതായത് റൈറ്റ് വിങ്ങിലേക്ക് ഓടിക്കയറിയിട്ടുള്ള ലിയാൻ ഡിലാപ്പ്. നമുക്കറിയാം, ചെൽസി ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നിട്ടുള്ള സ്ട്രൈക്കറാണ് ഈ ഒരു ലിയാൻ ഡിലാപ്പ്. ഓൾറെഡി അവിടെ ഒരു അവരുടെ സ്ട്രൈക്കർ ഉണ്ട്, നിക്കോളാസ് ജാക്സൺ ഓൾറെഡി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലിയാൻ ഡിലാപ്പ് എന്നുള്ളൊരു താരത്തിനെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ടിങ് ലഭിച്ചിരിക്കുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട്, 5ാമത്തെ മിനിറ്റിലെ ഒരു ഷോട്ട് ഫ്ലെമംഗോയുടെ ഗോളി സേവ് ചെയ്തിരിക്കുകയാണ്. ഇതായിരുന്നു മത്സരത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നത്. ഇനി മത്സരത്തിൽ ആദ്യത്തെ ഗോൾ നേടുന്നതും ചെൽസി ആയിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ 13ാമത്തെ മിനിറ്റിൽ മധ്യവരയുടെ അടുത്തിട്ട് തന്നെ ഫ്ലെമംഗോയുടെ ഒരു ഡിഫെൻസീവ് മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് പോർച്ചുഗീസ് താരമായിട്ടുള്ള പെഡ്രോ നെറ്റോ അദ്ദേഹം ബോൾ വിൻ ചെയ്യും. അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ട് പുള്ളി അങ്ങോട്ട് റൺ ചെയ്ത് പോവുകയാണ്. ആ റൺ ചെയ്ത് പോയിട്ട് പുള്ളിക്ക് ഒരു ഗോളി മുന്നിൽ മാത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്ന് ഒരു ഗോൾ പോസ്റ്റിന് ഏകദേശം അത് പെനാൽറ്റി ബോക്സിന് പുറത്ത് ഒരു ഭാഗത്ത് വെച്ചിട്ട് പുള്ളി ഒരു ഷോട്ട് തീർക്കുകയാണ്. അവിടെ തന്നെ അവർ ഗോളും നേടുകയാണ്. സോ 13ാമത്തെ മിനിറ്റിൽ തന്നെ ചെൽസിക്ക് ആ ഒരു ലീഡ് കിട്ടുകയും അതിൽ തന്നെ അവർ എന്താ പറയുക, തങ്ങളുടെ ആധിപത്യം അവിടെ കാണിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഒരു ബ്രസീൽ സൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയും എന്താ പറയുക കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും അധിക നിലയിൽ താരങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, ചെൽസിയിലാണ് ഉള്ളത് എന്നുള്ളത്. സോ ഈ ഒരു ഗെയിമും നമുക്കൊരു വൺ സൈഡഡ് ആയി പോവുക എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ചെൽസിയുടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും മൾട്ടിപ്പിൾ ചാൻസസ് ചെൽസിക്ക് പിന്നെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നൊരു ഡെലിവറി കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെൽസിയുടെ 3 താരങ്ങളോളം യെല്ലോ കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. മോയിസസ് കൈസഡോ, അതുപോലെ പെഡ്രോ നെറ്റോ, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചുറി ടൈമിൻ്റെ സമയത്ത് 4 മിനിറ്റാണ് ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ലിയാൻ ഡിലാപ്പിനും ഒരു യെല്ലോ കാർഡ് കിട്ടുന്നത് നമ്മൾ കണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഫ്ലെമംഗോ വേറൊരു രീതിയിലാണ് അവർ കളി സ്റ്റാർട്ട് ചെയ്തത്. അവർ കൂടുതൽ അറ്റാക്കിങ്ങുള്ള രീതിയിലേക്ക് മാറി. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സീസണിലും ചെൽസി പ്രീമിയർ ലീഗിൽ കണ്ടതാണ്. അവർക്ക് സെറ്റ് പീസിങ്ങിൽ അവരുടെ ഡിഫെൻഡിങ് കുറച്ച് മോശമാണ്. അതുപോലെ തന്നെ അവരുടെ തന്നെ ലെഫ്റ്റ് ഫ്ലാങ്ക് ഏരിയ വരുന്നത്, അതായത് അവരുടെ ഒരു ഡിഫെൻസിൽ വരുന്നത് ആ ഒരു ഭാഗത്ത് കുക്കറയ അല്ലെങ്കിൽ ലിയോ കോൾവിലൊക്കെയാണ് വരുന്നത്. സോ ആ ഒരു ഏരിയയിൽ ഒരു ഡിഫെൻസീവ് പ്രശ്നം കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സോ അത് മുതലെടുത്തുകൊണ്ടാണ് ഫ്ലെമംഗോ കളിയിലേക്ക് തിരിച്ചു വരുന്നത്. അവർ ഗോള് നേടുന്ന സമയം എന്ന് പറഞ്ഞാൽ, അതായത് ഏകദേശം 62ാമത്തെ മിനിറ്റിലാണ് അവർ ഗോൾ നേടുന്നത്. ആ ഒരു ഗോൾ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് 56ാമത്തെ മിനിറ്റിൽ അവരൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്രൂണോ ഹെൻറിക്കിനെ കൊണ്ടുവരികയാണ്. ജോർജിയൻ ഡിയറക്കെസ്റ്റ എന്നുള്ള ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് 56ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഹെൻറിക്ക എന്നുള്ള ഒരു പ്ലെയർ വരികയാണ്. സോ അദ്ദേഹം വന്നതിന് ശേഷം ഫ്ലെമംഗോയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു അറ്റംപ്റ്റ് വന്നതിൽ അതൊരു കോർണറിൽ കലാശിച്ചു. അതായത് റോബർട്ട് സാഞ്ചസ് എന്നുള്ള ചെൽസിയുടെ കീപ്പർ ഒരു ഷോട്ട് വന്നത് തട്ടിമാറ്റുക, അതൊരു കോർണറായി. സോ ആ കോർണറിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബോള് ഫ്ലെമംഗോയുടെ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗോൺസലോ പ്ലാറ്റ എന്നുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിന് ഫാർ പോസ്റ്റിലേക്കുള്ളൊരു ഹെഡർ. ഫ്ലെമംഗോനെ സംബന്ധിച്ച് അവരുടെ റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് വിങ്ങിൽ കിട്ടിയ ഒരു കോർണറായിരുന്നു. അവിടെ നിന്ന് പോസ്റ്റിലേക്ക് വന്ന ബോള് ഈ ഒരു താരം വീണ്ടും റൈറ്റ് സൈഡ് പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്തിടുകയാണ്. സോ അവിടെ ഡിഫെൻസീവായിട്ടുണ്ടാവേണ്ട പ്ലെയേഴ്സാണ് കുക്കറേ അല്ലെങ്കിൽ കോൾവിൽ. സോ ഇവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു സ്പേസിലേക്ക് എത്രയും പെട്ടെന്ന് അറ്റാക്കിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത് ബ്രൂണോ ഹെൻറിക്കാണ്. സോ അദ്ദേഹം അവിടെ ലീഡ് നേടുകയാണ്. സോ ഇങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. 64ാമത്തെ മിനിറ്റിൽ ഡിലാപ്പിനെ പിൻവലിച്ചിട്ട് നിക്കോളാസ് ജാക്സനെ കൊണ്ടുവരാണ്. എന്നാൽ ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ടാണ് അത് നമുക്ക് പിന്നീട് കാണാൻ സംഭവിച്ചത്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, 68ാമത്തെ മിനിറ്റിൽ തന്നെ
വന്നിട്ട് 4ാമത്തെ മിനിറ്റിൽ തന്നെ ജാക്സണ് റെഡ് കാർഡ് കാണുകയാണ്. മിഡ്ഫീൽഡ് ഏരിയ ഭാഗത്ത് വെച്ചിട്ട് ഫ്ലെമംഗോയുടെ ഒരു പ്ലെയറിന് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫൗളാണ് ചെയ്യുന്നത്. അതായത് ഒരു ഹാർഷായിട്ടുള്ള ഫൗൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അനാവശ്യമായിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു പ്ലെയറിനെ ഷിൻപാൻ്റെ ഭാഗത്തേക്ക് സ്റ്റഡ്സ് ഉയർത്തി പുള്ളിക്കാരൻ കിക്ക് ചെയ്യാൻ ശ്രമിച്ചതല്ല, കാല് കൊണ്ടതാണ്. പക്ഷെ അപ്പം തന്നെ റെഫറി അവിടെ ഒരു സ്ട്രൈറ്റ് റെഡ് വിളിക്കുകയാണ്. സോ VAR-നായാലും പിന്നീടൊന്നും ഇടപെടാനായിട്ട് പറ്റില്ല. സോ ആ ഒരു സമയം തൊട്ട് 68ാമത്തെ മിനിറ്റിൽ ചെൽസി 10 പേരായിട്ട് ചുരുങ്ങുകയാണ്. മത്സരത്തിലെ 2ാമത്തെ ഗോൾ വരുന്നത് 65ാമത്തെ മിനിറ്റിലാണ്. ചെൽസിയുടെ സൈഡിൽ വെച്ചിട്ട് മാർക്ക് കുക്കറയെ ഒരു കോർണർ കൺസീഡ് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ നിന്നാണ് ആ കോർണറിൽ വന്നത്. അത് വന്നതിന് ശേഷം ആദ്യത്തെ ഗോൾ അടിച്ചിട്ടുള്ള ബ്രൂണോ ഹെൻറിക്ക, അദ്ദേഹത്തിൻ്റെ ഹെഡിൽ നിന്നും ഈ ചെൽസിയുടെ ആ ലെഫ്റ്റ് ഫ്ലാങ്ക് ഏരിയ, അതായത് കുക്കറയ അല്ലെങ്കിൽ കോൾവിൽ വരുന്ന ഒരു ഏരിയയിൽ കൂടെ തന്നെ ഫ്ലെമംഗോയുടെ ഡിഫൻഡർ ആയിട്ടുള്ള ഡാനിയലോ ആണ് 2ാമത്തെ ഗോൾ നേടുന്നത്. സോ അതിനുശേഷമാണ് നിക്കോളാസ് ജാക്സൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്, അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി പോകുന്നതും. ഈ ഒരു മത്സരം പിന്നീട് പുരോഗമിക്കുമ്പോൾ ഫ്ലെമംഗോ കൂടുതലായിട്ട് പിന്നീട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതാണ് കണ്ടത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചെൽസി ഓൾറെഡി 10 പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറേ കൂടിയും ഒരു ആൾബലം കൂടുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലെമംഗോയ്ക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നു. പിന്നീട് മത്സരം പുരോഗമിച്ചിട്ട് 82ാമത്തെ മിനിറ്റിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻസ് വരികയാണ്. വെലാസിയാൻ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരികയാണ്. ഇഞ്ചുറി പറ്റിയിട്ടുള്ള ജേഴ്സണിന് പകരമാണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നത്. ചെൽസിയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു സമയത്ത് നടത്തുന്നുണ്ടായിരുന്നു. കോൾ പാമറിനെയും എൻസോനെയും പിൻവലിച്ചിട്ട് നോനി മഡ്വേക്ക്, അതുപോലെ മാർഗോയ്, ഒരു യങ് പ്ലെയർ ആയിട്ടുള്ള മാർഗോയിനെയും അവർ കൊണ്ടുവരികയാണ്. ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ചെൽസി പ്ലെയേഴ്സ് ആയിരുന്നില്ല, അത് വെലാസിയാനാണ് ഉണ്ടാക്കിയത്. 83ാമത്തെ മിനിറ്റിൽ അദ്ദേഹം മത്സരത്തിലെ 3ാമത്തെ ഗോള് ഫ്ലെമംഗോയ്ക്ക് വേണ്ടി നേടുകയാണ്. ആ ഒരു ഗോളും വന്നിട്ടുണ്ടായിരുന്നത് ഈ ചെൽസിയുടെ ഒരു ലെഫ്റ്റ് ഫ്ലാങ്ക് ഏരിയ എന്നാണ്. സോ അതോടെ തന്നെ മത്സരം ക്ലോസ് ആകും. പിന്നീട് 8 മിനിറ്റോളം ഇഞ്ചുറി ടൈം ഉണ്ടെങ്കിലും ചെൽസി 1-2 അറ്റംപ്റ്റ് നടത്തി നോക്കി. ഒരു ഡയറക്റ്റ് ഫ്രീ കിക്കൊക്കെ ഉണ്ടായിരുന്നു നോനി മഡ്വേക്കയുടെ, അത് ടാർഗറ്റിൽ പോലും എത്താതെ തന്നെ ഉയർന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. സോ മത്സരം അവസാനിക്കുന്നത് 3-1 എന്നുള്ളൊരു സ്കോർ ലൈനാണ്. ഓരോ മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഡിയിലിന് അവശേഷിക്കുന്നത്. അതിൽ നമുക്ക് അറിയാം ഫ്ലെമംഗോ ഓൾറെഡി ക്വാളിഫൈ ആയിട്ടുണ്ട്. ചെൽസിക്ക് ഇനി അടുത്തൊരു കളിയിൽ ഇനി ക്വാളിഫൈ ആവണമെങ്കിൽ എസ്പെറൻസ് എന്നുള്ളൊരു ക്ലബ്ബായിട്ടാണ് അടുത്തൊരു കളി വരുന്നത്. അത് വരുന്നത് എനിക്ക് തോന്നുന്നത് തിങ്കൾ ഓർ ചൊവ്വാഴ്ചയായിട്ടാണ് കളി വരുന്നത്. സോ ആ ഒരു കളിയിൽ ഒരു ജയം അല്ലെങ്കിൽ ഒരു ഡ്രോ ഉണ്ടെങ്കിൽ തന്നെ ചെൽസിക്ക് കയറാവുന്നതാണ്. സോ എന്താവുന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം. മറ്റു മത്സരങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സിയിലെ മത്സരങ്ങളിൽ ബെൻഫിക്കയും ഓക്ലാൻഡ് സിറ്റിയും അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും ബോക്ക ജൂനിയേഴ്സായിട്ടാണ് കളിയുണ്ടായിരുന്നത്. ഈ ബോക്ക ജൂനിയേഴ്സിനെ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ തോൽപ്പിച്ചുകൊണ്ട് ബയൺ മ്യൂണിക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്, റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബെനഫിക്ക 6-0 എന്നുള്ളൊരു സ്കോർ ലൈനാണ് ഓക്ലാൻഡ് സിറ്റിനെ തകർത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഓക്ലാൻഡ് സിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രീവിയസ് മാച്ചിലും 10 ഗോളിനാണ് ബയണിനോടായിട്ട് തോറ്റിട്ടുണ്ടായിരുന്നത്. സോ ഇനി എന്താണ്, അവരെന്തായാലും ഓൾറെഡി പുറത്തായിട്ടുണ്ട്. 2 ടീമുകളാണ് ഇപ്പോൾ പുറത്തായത് കൺഫേം ആയിട്ടുള്ളത്, ലോസ് ആഞ്ചലസ് ഫുട്ബോൾ ക്ലബ്ബും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ക്ലബ്ബായിട്ടുള്ള ഓക്ലാൻഡ് സിറ്റിയാണ് പുറത്തായിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് ബയൺ മ്യൂണിക്കിനും ഫ്ലെമംഗോ ആണ് ഇപ്പോൾ ക്വാളിഫൈ ആയിരിക്കുന്നത്. മറ്റ് ഗ്രൂപ്പുകളിലെ കളികളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇനിയൊരു വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് അറിയിക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളായിട്ട് ഇനിയൊരു വീഡിയോയിൽ എന്തായാലും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. താങ്ക്